ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ സൈക്കിളൊക്കെ ഹൈവേയുടെ സൈഡിൽ വെച്ച് അപ്പോൾ താഴെ ഒരു ചെറിയ നീർച്ചാല് കണ്ട്. അപ്പോൾ അവിടെ ഇറക്കി കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വെച്ചു. വാ കുഞ്ഞി വാ. കുഞ്ഞി ഞാനിവിടെ പുഴയിലോട്ട് പോവുകയാണ്. വാ. കുഞ്ഞിയുടെ സോപ്പും തോർത്തും ഒക്കെ എടുത്തിട്ടുണ്ട്. കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ ബഹളമാണ് ഈ കാണുന്നത്. ഓട്ടമാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ. എവിടെയെങ്കിലും വെള്ളം കണ്ടാൽ ഒന്ന് നീന്തിച്ചേക്കാന്ന് വെക്കുമ്പോഴത്തേനും അവൾ അഹങ്കരിക്കുക. നടക്ക് കുളിക്കാൻ പോവാ. വാ. സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു നല്ല വെള്ളം ഒഴുകി പോകുന്നൊരു നീർച്ചാലുണ്ട്. ഇതിൻ്റെ അകത്ത് ഇറക്കാമെന്ന് വെക്കാം. ഇതുണ്ടോ വെള്ളം ഒഴുകി പോകുന്നത്. ഇതാ മലയുടെ മേളിൽ നിന്ന് വരുന്ന കേട്ടോ. അതിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് താഴോട്ടൊരു നീർച്ചാൽ, ഒരു ചെറിയ പൈപ്പിട്ട് വെള്ളം പോകുന്നുണ്ട്. അങ്ങോട്ടൊന്ന് ഇറങ്ങി പോവാണ്. നമുക്കിവിടെ ഒന്ന് കുളിപ്പിക്കാൻ. ഇത് വേണ്ട, വെള്ളം വന്ന് പൈപ്പിൽ കൂടെ ചാടുന്ന വേണ്ട. പോയി വെള്ളം കുടി. വാ. തോട്ടത്തൊക്കെ ഇവിടെ വെച്ച്. അപ്പോൾ കുഞ്ഞ് ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഞാൻ ഷൂ ഒക്കെ ഊരിയിട്ട് ഞാൻ ഇറങ്ങണം പതിയെ. നല്ല വെള്ളം ഒഴുകി വരുന്നുണ്ട്. ആ നീർച്ചാലിൻ്റെ അകത്തു നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത് കേട്ടോ. കാണിച്ചു തരാം. കുഞ്ഞ് തണലത്ത് വന്നിരിപ്പുണ്ട്. ഈ നീർച്ചാല് കണ്ടോ. ഇതേതോ ഇതിൽ നിന്ന് കനാലിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളമാണ്. ആ വെള്ളം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പതിയെ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങി ഒന്ന് കുളിക്കാമെന്ന് വെച്ച്. ഞാൻ രാവിലെ കുളിച്ചതാണ്. കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ഇപ്പം 4-5 ദിവസമായി. ഇങ്ങോട്ട് കയറിയിട്ട് കുളിപ്പിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, കുളിക്കുമല്ലേ? കുളിക്കുമല്ലേ എന്ന് അവിടെ കിടന്നാ. അപ്പോഴത്തേ നമ്മുടെ സൈക്കിൾ ഇതേ മേളിൽ ഇരിക്കുന്നു, നമ്മൾ താഴെയുണ്ട്. അപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ മടിച്ചിക്കോതനെ കുളിപ്പിക്കാനാണ് പാട്. തണുത്ത വെള്ളം ഇതാണ് കേട്ടോ. മൊത്തം വേസ്റ്റാണെങ്കിലും നല്ല തണുത്ത വെള്ളം കണ്ടപ്പോഴത്തേനും അവർക്ക് സന്തോഷം. മടിച്ചിക്കോത വെള്ളത്തിൽ ചാടി. തണുത്ത വെള്ളം ആയതുകൊണ്ട് മടിച്ചിക്കോതൊക്കെ ഇഷ്ടമായി. ഓടിയേക്കല്ലേ കേട്ടോ. ഓടിയ അറിയാമല്ലോ എൻ്റെ സ്വഭാവം. ഇങ്ങോട്ട് മടിച്ചിനെ സോപ്പിടാനാ പാട്. കുഴഞ്ഞ
കലങ്ങി. നല്ല സാരമില്ല. എല്ലാം അടിച്ചിക്കോതാനെ ഞാൻ ഇന്ന് കുളിപ്പിച്ചിട്ടേ ഉള്ളൂ. കേറല്ലേ? കുളിപ്പിച്ച് നല്ല സുന്ദരിയാക്കുക കേട്ടോ. ഇങ്ങോട്ട് ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ സുന്ദരി കുട്ടിയായിട്ടാണ് പോകുന്നത് അല്ലേ? അവിടെ വെള്ളമൊന്നുമില്ല, നീന്താൻ മാത്രം വെള്ളമൊന്നുമില്ല കേട്ടോ. മാറി ഇങ്ങോട്ട് വാ. അതിൻ്റെ ഇടും അത്രയും പോയാൽ മതി. കുഞ്ഞി അവിടെ എങ്ങോട്ട് പോലും ഓടിയ കുഞ്ഞി ഒരു കഴിഞ്ഞുള്ള പരിപാടി ഉണ്ടോ? അടിച്ചാൽ മൂന്നാൻ പൊട്ടും കേട്ടോ. കുഞ്ഞി അവിടെ ഇരുന്ന്
അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി വന്നിട്ടുണ്ട്. തേണ്ട് അവളെ ഉണങ്ങാൻ വേണ്ടി ഇവിടെ കെട്ടിയിട്ടിരിക്കുക. അവളെ ഇവിടെ ഓരോന്നൊക്കെ മണത്ത് നടക്കുക. അവളെ ദേഹം ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഞാൻ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഡീ അവിടെ കിടന്നോ, അവിടെ കിടന്നോ. ഓ തുമ്മൽ. അത് കണ്ട ഇതെല്ലാം മണത്ത് നടക്കുമ്പോൾ ഓർക്കണം തുമ്മൂന്ന്. അവിടെ കിടന്നോ, അവിടെ കിടക്ക് കുഞ്ഞി, അവിടെ കിടന്നോ. ആ കണ്ണാലല്ലേ ഏതാണ്ട് ചുക്കിലി ഏതാണ്ട് എല്ലാം പറ്റിച്ചിട്ടുണ്ടല്ലോ. ഇനി ഞാൻ കുളിപ്പിക്കണോ? ഇതുപോലുള്ള നാടൻ നായ്ക്കളെ വേണം വീട്ടിൽ വളർത്താൻ. ഇതുണ്ടോ ചൂട് കൂടിയപ്പോൾ അവൻ നടന്നു വന്ന് വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങിക്കിടക്കുന്നു. കണ്ടു പഠിക്കടി, നോക്ക് ചൂട് കൂടിയപ്പോൾ അവൻ വന്ന് കിടക്കുന്നത് കണ്ടല്ലോ. ഇങ്ങനെ വേണം ആൺപിള്ളേരായ. ചൂട് കൂടി അവൻ്റെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി വെള്ളത്തിൽ കറക്റ്റായിട്ട് വന്ന് കിടന്ന്. നമ്മൾ വന്ന വഴിയിൽ കണ്ടതാണ് കേട്ടോ, ഒരു നായെ ചൂട് കൂടിയപ്പോൾ അവൻ കൃത്യമായിട്ട് ആ തണുത്ത വെള്ളത്തിൽ, നല്ല പുഴയാണ്, നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. എനിക്കൊന്ന് കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഇവിടെ കിടക്കുന്ന വേസ്റ്റ് കണ്ടപ്പോഴത്തേനും കുളിക്കാൻ തോന്നുന്നില്ല. നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നാഗപ്രതിഷ്ഠയുണ്ട് കേട്ടോ. ഈ തൊട്ട് സൈഡിൽ നാഗപ്രതിഷ്ഠയാണ്. അതായത് എടാ എന്നാണ്ട് തണുപ്പൊക്കെ മാറിയോ? ഇതുണ്ടോ നാഗത്താമാരുടെ ഒരു പ്രതിഷ്ഠയുണ്ട് ഇവിടെ. കാണുന്നതാണ് നാഗപ്രതിഷ്ഠ. ഇവിടെ ഒരാൾ ചൂട് മാറ്റാൻ വേണ്ടി വന്ന് വെള്ളത്തിൽ കിടക്കുകയാണ്. കിടന്നോട്ടോ, അവൻ വളരെ സൈലൻ്റ്. ഇതുപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള നാടൻ പട്ടികളുണ്ട്. അതായത് കൃത്യമായിട്ടും കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്ന അവന്മാർ. എന്നെപ്പോലെയല്ല, കൃത്യമായിട്ട് കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്ന നായ്ക്കളുണ്ട്. അതിൽപ്പെട്ട ഒരുത്തനാണ് തേണ്ടി ഈ കിടക്കുന്നത്. ഒരുത്തി കുളിക്കാൻ വിളിക്കുമ്പോഴത്തേനും തെക്കോട്ട് വിളിക്കുമ്പം വടക്കോട്ട് പോകും. കിടക്കുന്നു. ഇവളിവിടെ കിടക്കുന്ന അവൻ കണ്ടില്ല, അല്ലെ ഇപ്പോൾ അടുത്തോട്ട് വന്നേനെ, എനിക്ക് പണിയുണ്ടായേനെ. ഏതായാലും ഞാനിവിടെ കുത്തിയിരിക്കുകയാണ്. അവൻ അക്കരെ കയറി പോവുകയാണ്. അവൻ അക്കരയ്ക്ക് കയറി അവിടെ മണം ഇപ്പോഴാണ് അവന് കിട്ടിയത്. അവൻ അവിടെ കിടന്ന് തപ്പുക, അവൾ മൂത്രം ഒഴിച്ചിടത്തൊക്കെ. വരുന്ന വഴിയിലെ മറ്റൊരു കാഴ്ച, പാടമൊക്കെ നിരത്തി വീടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങറ്റത്ത് നിറയെ കൃഷിസ്ഥലങ്ങളാണ്. കരിമ്പ്, തെങ്ങ്, അങ്ങനെ ഗ്രാമത്തിലോട്ടുള്ള വഴി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ. കവുങ്ങ്, പിന്നെ ഇത് ഒരു മാന്തോപ്പാണ്. നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ, നിറയെ മാങ്ങയുള്ള ഒരു മാന്തോപ്പാണ്. സൂര്യപ്രകാശം പടിഞ്ഞാട്ട് ചെരിയുന്നതുകൊണ്ട് എത്ര ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങ് അകലെ ഒരു അമ്പലം കാണാം. അതിൻ്റെ അപ്പുറം മുഴുവൻ വലിയ തോട്ടങ്ങളാണ്, തെങ്ങും തോപ്പുകളൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഈ ഗ്രാമത്തിൽ ഇവിടെ ആരെയും കാണുന്നില്ല. കാണുന്നുണ്ടായിരുന്നാൽ ഒന്ന് ഇറങ്ങിപ്പോകായിരുന്നു. പക്ഷെ പോവുക എന്നുള്ളത് ഒരു മണ്ണ് റോഡാണ്. പക്ഷെ മണ്ണ് റോഡാണെങ്കിലും അകലെയുള്ള കാഴ്ചകൾ ഭയങ്കര മനോഹരമാണ്. അപ്പം നമ്മൾ ഗംഗാവാലിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കിടന്നത് ഇവിടെയാണ്. ഗോകർണത്തിന് തിരിയുന്നതിന് മുമ്പുള്ള ഈ പെട്രോൾ പമ്പിലാണ് കിടന്നത്. ഒരു ഒരു 5 മണിയായപ്പോൾ ഞാനിവിടെ വന്ന് ചോദിച്ചു. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ അടുത്തെങ്ങും വേറെ പെട്രോൾ പമ്പില്ല. പിന്നെ ഗംഗാവാലിപ്പുഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ പെട്രോൾ പമ്പുള്ളൂ. അപ്പോൾ ഇവിടുത്തെ അണ്ണനൊക്കെ നമ്മളോട് ഭയങ്കര കാര്യമായിട്ട് ഇടപഴകി. അങ്ങനെ അണ്ണൻ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അണ്ണാ ജാരേ, ഓക്കെ, ശുക്രിയ. അപ്പം അണ്ണനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അണ്ണൻ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. നല്ല കാര്യമായിട്ട് നമ്മളോട് സംസാരിക്കുമോ, നമുക്ക് ഇവിടെ കിടക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നിട്ട്. ഈ നമ്മുടെ സൈക്കിൾ ഇരിക്കുന്നതിൻ്റെ ഇപ്പുറത്താണ് ഞാൻ ടെൻ്റ് അടിച്ച് കിടന്നത്. അപ്പോൾ രാത്രിയിൽ കറണ്ട് പോയി വന്ന് നിൽക്കുമായിരുന്നു. കാരണം ഇവർ ഇവിടെ കൂടുതൽ വണ്ടികൾ വരുന്ന സ്ഥലമല്ല, അതുകൊണ്ട് കുറച്ച് സമയം ഉള്ളായിരുന്നു പമ്പ്. ഒരു 8 മണിയായപ്പോൾ പമ്പ് അടച്ച്. അതുകൊണ്ട് പിന്നെ ലൈറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ കറണ്ട് ഇവിടെ പോയായിരുന്നു. കാരണം അതിനു മുമ്പ് ഭയങ്കര കാറ്റ്, മഴ വരാനുള്ളൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് പേടിച്ചാണ് കിടന്നത്. മഴ വരുവാണെങ്കിൽ എപ്പോൾ ടെൻ്റ് എടുത്തുകൊണ്ട് ഓടിക്കോളാനാണ് പറഞ്ഞത് ഇതിൻ്റെ അകത്തോട്ട്. അപ്പം അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ യാത്ര തുടങ്ങുകയാണ്. ഹൈവേ 66 ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഹൈവേയിലൂടെ ഞാൻ പോയിട്ട് ഗോകർണത്തേക്കാണ് പോകുന്നത്. ഗോകർണം പോയിട്ട് വേണം ഗംഗാവാലിക്ക് പോകാൻ. ഗോകർണം പോയിട്ട് തിരിച്ചു വന്നിട്ട് വേണം ഗംഗാവാലിക്ക് പോകാൻ. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെയും തിരിച്ചു വരണം. അതുകൊണ്ട് അങ്ങനെ പോയിട്ട് നേരെ പോയി വേറൊരു ഡെസ്റ്റിനേഷൻ പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നമ്മൾ ഗോകർണത്തേക്ക് ഇന്ന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേനും ഗംഗാവാലിയിൽ എത്താമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ ശരി, യാത്ര തുടരാം. ഇത് ഇവിടുത്തെ ഒരു നാട്ടുചന്തയാണ്. ഉണ്ടോ, രാവിലെ തന്നെ എല്ലാവരും വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് വന്നിട്ട് വഴിയിൽ സ്വന്തം ഉൽപ്പന്നങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ പ്രദേശത്ത് തന്നെയുള്ള ഉൽപ്പന്നങ്ങളാണ്. കൂടുതലും മുളകാണ് കേട്ടോ, കൂടുതലും മുളകാണ്. അവർ മുളകുണ്ട്, കത്തിരിക്കയുണ്ട്, മാമ്പഴമുണ്ട്, ടൊമാറ്റോ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം വിൽക്കുന്ന ഒരു ചെറിയ നാട്ടുചന്ത. വളരെ മനോഹരമായൊരു നാട്ടുചന്തയാണ്. ഞാൻ ഗോകർണം പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് നാട്ടുചന്തകൾ നമ്മൾ ഹൈവേയുടെ 2 സൈഡിലും ഉൾപ്രദേശങ്ങളിൽ കാണാറുണ്ട്. പക്ഷേ അത് നമുക്ക് എടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. കാരണം ഞാൻ പോകുന്ന സൈഡിലായിരുന്നില്ല. ഇത് കണ്ടോ, നമ്മുടെ ചീനിക്കിഴങ്ങ് കിടക്കുന്നുണ്ട്. അടിപൊളി ചീനിക്കിഴങ്ങ്. അപ്പോൾ ചീര തന്നെ 2-3 വെറൈറ്റി ചീരകളാണുള്ളത്. ഇത് നമ്മുടെ സാധാരണ ചീര, ഇത് വള്ളിച്ചീര, ഇത് ചുമലച്ചീര കണ്ടോ. ഇതെല്ലാം ഫ്രഷാണ് കേട്ടോ, ഫ്രഷ് സാധനമാണ്. നമ്മുടെ ഇവിടുത്തെ ഇവരുടെ തോട്ടങ്ങളിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന സാധനമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ ഒരു കർണാടകയിലെ ഒരു നാട്ടുചന്തയാണ് നമ്മൾ കാണുന്നത്, വില്ലേജ് മാർക്കറ്റ്. അതുപോലെ തന്നെ ഈ നമ്മുടെ പൂക്കളൊക്കെ വിൽക്കുന്നത് ഇവിടെ തന്നെ ഉണ്ട്. ഇവരുടെ വീടുകളിലെ ഉൽപ്പന്നങ്ങൾ തന്നെ ഇവർ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇനി 9 കിലോമീറ്ററാണ് ഗോകർണത്തിനുള്ളത്. അപ്പോൾ തികച്ചും ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ ഗോകർണത്തേക്ക് പോകുന്നത്. കൊങ്കൺ പാത നമ്മുടെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നലെ മറ്റേ ട്രെയിനിൻ്റെ മുകളിൽ വണ്ടികളൊക്കെ കയറ്റി സൈക്കിൾ ഇത് കൊണ്ടുപോകുന്നത് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ 1-2 സ്റ്റേഷനൊക്കെ ഇങ്ങനെ വരുന്ന വഴിയിൽ കണ്ടിരുന്നു. പക്ഷേ അന്നേരം എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഇപ്പോൾ ഗോകർണത്തേക്കുള്ള വഴിയിലാണ്. ഗോകർണം ബീച്ച്, ഗോകർണം അമ്പലം ഇതൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് ഈ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ, അതായത് കർണാടകയുടെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പോൾ യാത്ര. അത് ഗോകർണം ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത്. ഇനി ഒരു 9 കിലോമീറ്ററാണ് ഗോകർണത്തിനുള്ളത്. അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ അമ്പലങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുപോലെ തന്നെ പാടത്തിന് നടുവിൽ അമ്പലമുണ്ട്. ഇവിടെ കൂടുതലും വയലും കശുമാവിൻ തോട്ടമൊക്കെയാണ് ഗോകർണം ഭാഗത്ത്. അതുപോലെ തന്നെ മാന്തോപ്പുകളുണ്ട്. പിന്നെ കുറേ പ്രദേശം ഇങ്ങനെ കണ്ടൽക്കാടുകളായിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടൽക്കാടുകളുടെ ഒന്നും അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ പോകാത്തത്. അവിടെയൊക്കെ കന്നുകാലികൾ മേഞ്ഞ് നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിലേക്ക് ഇറങ്ങി പോകാൻ പറ്റും, പക്ഷേ നമുക്ക് അങ്ങോട്ട് പോയാൽ ആൾക്കാർ അങ്ങോട്ട് പറയും എന്നുള്ളൊരു പേടി കൊണ്ടാണ്. കാരണം എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്ന കർണാടകക്കാരെ അല്ല ഞാനിവിടെ കണ്ടത്. എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്ന ഭയങ്കര അഗ്രസീവായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ചോദിച്ചാൽ ഒന്നിനും മറുപടി തരില്ല, ഭയങ്കര റഫായിട്ട് പെരുമാറും എന്നൊക്കെയാണ്. പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാവരും വളരെ സ്നേഹത്തോടെ, എന്തിന് ആക്രി പറക്കാൻ പോകുന്ന ചേട്ടൻ വരെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് സംസാരിച്ച് എനിക്കും പോകാൻ ആഗ്രഹമുണ്ട്, ഈ ആപ്പയിൽ എനിക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ച ഒരു കർണാടകക്കാരൻ വരെ ഉണ്ട്. ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇതെല്ലാം തട്ടുതട്ടായിട്ട് കൃഷി ചെയ്യുന്ന ഏരിയകളാണ്. എൻ്റെ വലത്തുവശത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മഴക്കാലത്ത് നെല്ല് വിതയ്ക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. തട്ടുകൃഷിയാണ്. മുകളിൽ കപ്പലുവാൻ തോട്ടമാണ്, മാവുണ്ട്. അങ്ങനെ മാങ്ങയൊക്കെ കിടക്കുന്നതൊക്കെ കാണാം. വലിയ കാര്യമായിട്ട് സംരക്ഷിക്കാത്ത സ്ഥലങ്ങളാണ്. പക്ഷേ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജൈവകൃഷിയാണ് കൂടുതലും ഇവിടെ. ഈ ഭാഗങ്ങളിലെല്ലാം ജൈവകൃഷിയാണ് ഞാൻ കണ്ടിടത്തോളം. ആ ടോറസ് മാങ്ങ അങ്ങ് കയറിപ്പോട്ടെ, കയറിപ്പോട്ടെ. നോക്കിയാൽ സ്കൂൾ ടൈമിൽ ടോറസുകൾ നമ്മുടെ നാട്ടിൽ ചീറിപ്പായി. പക്ഷേ ഇവിടെ നോക്കിയേ, ഒരു 40 താഴെ അല്ലെങ്കിൽ 30 താഴെ സ്പീഡിലേ ഉള്ളൂ വഴികളിലൂടെ ടോറസ് പോകത്തുള്ളൂ. അല്ലെങ്കിൽ അവന് പോലീസുകാർ ചുമ്മാ നിർത്തിയിട്ട് കുനിച്ച് നിർത്തിയിട്ട് ഇടിക്കും.
നമ്മൾ പല വീഡിയോയും കർണാടകയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഉണ്ട്, പഴയ വീഡിയോ ആണ്. ഏതോ ഒരു ജില്ലയിൽ ഇത് എയർഫോൺ കാര്യങ്ങളൊക്കെ വെച്ചതിന് അവരെ കൊണ്ടുവന്ന് ആ ഡ്രൈവറുടെ ചെവി പിടിച്ച് താഴോട്ട് വെച്ചിട്ട് ആ എയർഫോൺ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ധാരാളം നല്ല കമൻറ്റുകളൊക്കെ വന്നായിരുന്നു. അതുകൂടാതെ ഹെൽമെറ്റ് വെക്കാതെ വന്നവരെ, ഹെൽമെറ്റ് ഈ ചട്ടി ഹെൽമെറ്റ് ഉണ്ട്, ഒരു സേഫ്റ്റി ഇല്ലാത്ത, പിന്നെ നമ്മുടെ ഈ ഏത് പണിക്കാർ വെക്കുന്ന ഹെൽമെറ്റ്, നമ്മുടെ KSEBക്കാർ വെച്ചുകൊണ്ട് നടക്കുന്ന പോലെ അത്ര ഹെൽമെറ്റുകളെല്ലാം പിടിച്ച് വാങ്ങിച്ചിട്ട് വഴിയിലിട്ടിട്ട് റോളർ കയറ്റിയിട്ട് മൊത്തം നശിപ്പിച്ച് കളയുന്നു. അതുപോലെ തന്നെ ഓവർ സൗണ്ടുള്ള സൈലൻസറുകൾ എക്സ്ട്രാ ഫിറ്റിങ് വെച്ചിരിക്കുന്നത് അത് മുഴുവൻ അഴിപ്പിച്ചിട്ട് വെച്ചിട്ട് റോളർ കയറ്റി വിട്ടു. പക്ഷേ ഇവിടുത്തെ നിയമങ്ങൾ കർശനമാണ്. പിന്നെ ഈ ഇടയ്ക്ക് കേട്ടു ബാംഗ്ലൂർക്ക് വരുന്ന വണ്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കേട്ടു. മറ്റൊന്നുമല്ല, നമ്മൾ പെർമനൻ്റായിട്ട് ഇതിലെ ഓടുവാണെങ്കിൽ ഇവിടുത്തെ ടാക്സ് അടച്ച് വേണം ഓടാൻ. അതല്ല എങ്കിൽ അവർ വണ്ടി പിടിക്കും, നമ്മളതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. താൽക്കാലിക ടാക്സ് 1 മാസത്തേക്ക് അടയ്ക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വന്നു പോകുന്നവരാണ് അതിൻ്റെ ബിസിനസ് പർപ്പസ് എന്നാണ്, പിന്നെ പെട്രോൾ അടിച്ച ഇത് ബില്ല്, പിന്നെ ടോൾ പ്ലാസയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അതിൻ്റെ റെസിപ്റ്റ്, അല്ലെങ്കിൽ അത് മൊബൈലിൽ അതിൻ്റെ ഇത് നമ്മൾ ടോൾ അടച്ചതിൻ്റെ ഒരു ഇത് വരും, ആ മെസ്സേജ്. അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൂളായിട്ട് പോകാൻ പറ്റും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിൽ അവർ വാഹനങ്ങളുടെ ബാഹുല്യം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയായിരിക്കും. അത് ഗവൺമെൻറ്റിന് ഒരു ബെനിഫിറ്റായിട്ട് കിട്ടുകയാണ്.